ആക്കരുത് കേട്ടാ. അത് കുഴപ്പമില്ല. അതെ, രണ്ടെണ്ണ പറഞ്ഞു. സനുവിന്റെ ഫോണൊന്നും ഇല്ലല്ലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചെറുകോട്ടുനിന്ന് പോന്നപ്പോൾ എൻ്റെ കൂടെ കുറച്ച് വിരുന്നാരും കൂടെ പോന്നിട്ടുണ്ട്. ആരാന്നുള്ളത് എനിക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ജൂജും ജൂവിയും അബയൊക്കെയാണ് കേട്ടോ. പോരുന്ന സമയത്തുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വരുന്ന സമയത്ത് തന്നെ അവർക്കുള്ളൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ പുഴയിൽ പോകണം എന്നുള്ളതായിരുന്നു. രാവിലെ എണീറ്റിട്ട് തന്നെ ഞങ്ങളിതാ നേരെ പുഴയ്ക്ക് പോയിട്ടുണ്ട്. സമയം 8 മണി പോലും ആയിട്ടില്ല കേട്ടോ. ഒരിക്കൽ ചായ ഒന്നും കുടിക്കണമെന്നില്ല, പുഴയൊക്കെ അങ്ങോട്ട് എത്തി കിട്ടിയാൽ മതി. പിന്നെ അതുമല്ല, ഞാൻ ഈവനിങ്ങിലോ അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചതിന്. പക്ഷേ ഇക്കാക്ക് ഇന്ന് ട്രിപ്പ് നല്ല തിരക്കാണെന്ന് പറഞ്ഞു. പ്രതീക്ഷിക്കാതെ വന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു കടം ബാക്കി വെച്ചിട്ട് ഇക്ക പോയാൽ പിന്നെ ഒരിങ്ങനെ അത് പോണ്ടേ എന്നുള്ള ആ ഒരു ചോദ്യമായിരിക്കും. പിന്നെ അതുമല്ല, അവരത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോകുന്നതല്ലേ. അപ്പോൾ അവർക്കും ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ രാവിലെ ഞങ്ങൾ നേരത്തെ തന്നെ പുഴയിൽ പോന്നു. അതൊരു കണക്കിന് വലിയൊരു അനുഗ്രഹമായി എന്ന് വേണം പറയാൻ കേട്ടോ. നല്ല തണുപ്പുള്ള ദിവസം, അത്യാവശ്യത്തിൽ കൂടുതലും മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ആരും തന്നെ പുഴയിലില്ല. ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് മറുകരയിൽ ഏതോ 2 ആളുകൾ, ഹസ്ബൻഡും വൈഫാണെന്നാണ് തോന്നുന്നത്, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഹസ്ബൻഡ് ഇതാ വലയൊക്കെ വീശിയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. വൈഫ് അവിടെ നിന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ അലക്കുന്നു കുളിക്കുന്നു ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവർ മലയാളീസ് അല്ല. എന്തായാലും നമ്മൾ അറിയുന്ന ആളുകളൊന്നും ആയിരുന്നില്ല. ഞാൻ എണീറ്റ പാടെ അങ്ങനെ പോകുന്നതാട്ടോ. ചായ കുടിച്ചെന്നേ ഉള്ളൂ. പിന്നെ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല, ഒക്കെ സിങ്കിൽ വെച്ചിട്ട് പോകുന്നതാ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഇക്കാക്ക് തിരക്കായി പെട്ടെന്ന് പോകേണ്ടി വരും. അപ്പോൾ ഇവർക്ക് കളിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ ഇവർക്ക് കുറച്ച് നേരം നിൽക്കാൻ വേണ്ടിയിട്ട് വേഗം പോകുന്നതാ. ബാക്കിയുള്ള പണികളൊക്കെ ചെന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ എനിക്ക് പുഴയിലൊക്കെ ഇറങ്ങാൻ മടിയാട്ടോ. മറ്റൊന്നും ഉണ്ടല്ല, ആളുകൾ ആരെങ്കിലും വന്നാൽ നമ്മളെ ഡ്രസ്സ് ഇങ്ങനെ നനഞ്ഞ് ഒട്ടി നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇക്കാനോട് പറഞ്ഞാൽ പിന്നെ സമ്മതിക്കൂല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ മെല്ലെ ഇങ്ങനെ അതിൻ്റെ കരയിലിരുന്നിട്ട് മെല്ലെ തുഴഞ്ഞ് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. എന്താണ് റിയാക്ഷൻ എന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ആരും ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഒന്നും പറഞ്ഞതൊന്നുമില്ല. ഞാൻ മെല്ലെ ഇറങ്ങി അപ്പൂസിനെ ആ വെള്ളമായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ. അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളമൊക്കെ. പക്ഷെ അത് മഴയും പിന്നെ നമ്മൾ വീട്ടിൽ ബക്കറ്റിൽ എന്നല്ല, എന്തെങ്കിലും ചെറിയ പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുമ്പോഴാണ് അവന് അതുമായിട്ട് പിന്നെ കളിക്കാറൊക്കെ ഉള്ളത്. പക്ഷേ ഈ പുഴയ്ക്ക് പെട്ടെന്ന് ഇറക്കുമ്പോൾ അവർക്ക് ടെൻഷനാവും, അല്ലെങ്കിൽ അതുമായിട്ട് പിന്നെ പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണ്ടി വരുമെന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ ഇറക്കി. ആദ്യമൊക്കെ അവന് വെള്ളത്തിൽ തട്ടുമ്പോൾ കാല് പൊക്കിയിട്ട് ഇങ്ങനെ മുറുകെ പിടിക്കായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആൾ സെറ്റായി. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം ഒഴുക്കില്ലാത്ത നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. അതും നല്ല പാകത്തെ തണുപ്പ്. എനിക്കിവിടെ എത്തിയപ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങനെ വിചാരിച്ചു ഒരു സൗണ്ടൊന്നും ഇല്ലാതെ അതിലിങ്ങനെ മുങ്ങിയിരിക്കാൻ എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ശരിക്കുണ്ടല്ലോ ഈ നേച്ചർ എന്ന് ശരിക്കും ഒരു മരുന്നാണ് കേട്ടോ. നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ശരിക്കും ഒന്ന് നേച്ചർ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഒരു സ്ട്രെസ് റിലീഫ് കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. ഞാൻ മെല്ലെ തുഴഞ്ഞതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. വെള്ളമില്ല കേട്ടോ, കുട്ടികളെ എങ്ങനെ വിട്ടാലും ഓരിങ്ങനെ മുങ്ങുന്ന രീതിക്കുള്ള വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു. കുറേ സമയം അതിലിരുന്നു കേട്ടോ. മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ് ആയി. ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇതേപോലെ നമുക്ക് രാവിലെ നമുക്ക് 2 ആൾക്കും വന്നിട്ട് അപ്പൂസിനെയും കൊണ്ട് വന്നിട്ട് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുള്ള യാത്രകളൊന്നും അല്ല. പക്ഷെ ചില യാത്രകൾ ചെറിയതാണെങ്കിലും പിന്നെ എന്താണ്, അത് മനസ്സിന് ഭയങ്കര സന്തോഷം തരും എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നത്. നോക്ക്, ഞാൻ എണീറ്റ പാടെ അങ്ങനെ പോകുന്നതാട്ടോ. ബ്രഷ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തൊട്ടടുത്ത് തന്നെ പാടത്തു നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകിങ്ങാണ്ട് പിന്നെ പുഴയിൽ വന്ന് ചാടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല ഉച്ചയായതുകൊണ്ട് കുട്ടികളൊന്നും അങ്ങോട്ട് വിട്ടില്ല. ഒക്കത്തിന് വണ്ടി കയറ്റി, അവർക്ക് തന്നെ മതിയായിട്ടുണ്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട്. ഒക്കത്തിന് അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് വണ്ടി കയറ്റി തിരിച്ചിതാ വീട്ടിലെത്തിയിട്ടുണ്ട്, വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല കളിയിലാണ്. അപ്പോൾ അപ്പൂസ് കുറച്ചൊക്കെ ഓരോ കൂടെ കളിക്കും. പിന്നെ ഓൻ്റെതായിട്ടുള്ള പരിപാടിയാണ്, എവിടെയും ഉറച്ച് നിൽക്കൂല. അതുകൊണ്ട് തന്നെ ഞാൻ അവനിങ്ങനെ മുറ്റത്ത് കളിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ മുറ്റമൊക്കെ ഞാൻ ഫുള്ള് അടിച്ചു വാരി കേട്ടോ. പിന്നെ മുന്നിലൊക്കെ കല്ലൊക്കെ ഇറക്കിയതുകൊണ്ട് അവിടെ ഒന്നും അടിച്ചു വാരാനില്ല. ഈ ഒരു അടുക്കള ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ക്ലീൻ ചെയ്തു. അതേപോലെ തന്നെ കുട്ടികൾ പുഴയിൽ പോയപ്പെട്ട ഡ്രസ്സും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ അലക്കാനുള്ളതൊക്കെ
അലക്കാനും വെച്ചിട്ടോ. ഇതവിടെ നമ്മൾ കുറ്റിക്കുരുമുളകൊക്കെ മറ്റേ സൈഡിലേക്ക് വെച്ചിട്ട് ഇവിടുത്തെ കല്ലൊക്കെ ഇളക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പടുക്കണം എന്നാണ് വിചാരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പാത്രമൊന്നും കഴുകിയിട്ടില്ല എന്നുള്ളത്. അതൊക്കെ കഴുകണം. ആ സമയത്ത് അപ്പൂസ് പുറത്തായതുകൊണ്ട് എനിക്ക് ഓരോ കളിൻ്റെ ഇടയിൽ ഇവനെ ഒറ്റയ്ക്ക് ആക്കാനൊരു ധൈര്യമില്ലായിരുന്നു. കാരണം പെട്ടെന്ന് മിന്നും ആൾ. അപ്പം ഇങ്ങനെ ഞാൻ അതും നോക്കുന്നുണ്ട്. എൻ്റെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് അലക്കാനിട്ടത് പിന്നെ ഉണക്കിയിട്ട് വിരിച്ചിടൊക്കെ വേണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തത്തെ എല്ലാ കാര്യവും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അകത്തേക്ക് പോയത്. അപ്പൂസിനുള്ള പഴം എന്തെങ്കിലും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ കളി കഴിഞ്ഞ് അകത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴമൊക്കെ വാട്ടിയത് കൊടുത്ത് അപ്പൂസ് നല്ല ഉറക്കമായിട്ടുണ്ടാവും. അവർ നല്ല കളിയാണ്. അവർക്ക് പീടികയിലൊക്കെ പോകണം പറഞ്ഞു. അങ്ങനെ പീടികയിലൊക്കെ പോയി വന്ന് അപ്പൂസ് ഉറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 12 മണി ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചോറിനുള്ള പരിപാടിക്ക് നിന്നത്. നെയ്ച്ചോറും ബീഫൊക്കെയാണ് ഉണ്ടാക്കിയത്. ഒരങ്ങനെ എന്താ ഫുഡൊക്കെ കഴിച്ചു. അവർക്ക് അങ്ങനെ ഫുഡ് എന്നില്ലതൊന്നും അല്ല. അവർക്ക് അങ്ങനെ കളിക്കുക, അങ്ങനെ ആ വിരുന്ന് വന്നൊരു സന്തോഷത്തിലായിരുന്നു അവർ. പിന്നെ എണീറ്റ് ജൂവി കുറച്ച് സമയം അപ്പൂസിനെ മാനേജ് ചെയ്തിട്ടോ. അപ്പൂസിനെ ഞാൻ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ JCB വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മുകളിൽ നിന്ന് തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകണം പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, അത് ഇവിടെ നിന്ന് കാണും പറഞ്ഞ് അങ്ങനെ നിന്നതായിരുന്നു. അപ്പോൾ അവർക്ക് അത് കാണണ്ട, ഒരു വേറെ കളിയിൽ അങ്ങനെ പിന്നെ ഓരോ ഇത് വെച്ചിട്ട് ഓരോരോ കളികളിലായിരുന്നു. അപ്പോൾ അപ്പൂസിനെ ഞാൻ ഇവിടെ ഇരുത്തി JCB ഒക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ. ജുവിയും അബി നല്ല ഉറക്കാണ്. ജൂജുവിന് ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ആ സമയത്ത് തന്നെ കല്ലിൻ്റെ മുകളിൽ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തറവാട്ട് പോയി ഷീറ്റൊക്കെ കൊടുത്തിട്ട് അതൊക്കെ വിരിച്ചിട്ടു. അപ്പൂസ് ഇതാ മഴ കാണാനെന്ന വ്യാജേന ഇവിടെ ഇരുന്നിട്ട് മെല്ലെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഞാൻ കുറേ നോ പറഞ്ഞാലും ആളിങ്ങനെ റൗണ്ട് അടിച്ചെങ്ങാണ്ട് ഇറങ്ങാനുള്ള പരിപാടി. മെല്ലെ മെല്ലെ നേക്കിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇറങ്ങാട്ടോ. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് കുറച്ച് ദിവസം ആയി ജലദോഷമായിരുന്നു ഈ മഞ്ഞ് കൊണ്ടതിൻ്റെ. എന്നാൽ പിന്നെ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. പിന്നെ അതങ്ങനെ ജലദോഷമാണെങ്കിൽ അങ്ങനെ വന്ന് മാറട്ടെ കരുതി നിന്നതായിരുന്നു. പിന്നെ വെള്ളത്തിൽ കളി നല്ല കൂടുതലാണ്. കുളിക്കുമ്പോഴൊക്കെ ഞാൻ കുളിക്കുമ്പോഴും എൻ്റെ കൂടെ വരുമ്പോഴൊക്കെ കളിക്കൂട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ജലദോഷമാണ്, അങ്ങനെ കളിക്കാൻ അങ്ങോട്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതുമല്ല, ഇതൊക്കെ ചിലപ്പം ഈ വർഷത്തെ ലാസ്റ്റത്തെ മഴക്കാരം. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ അടുത്ത മൺസൂൺ സീസൺ വന്നിട്ട് വേണ്ടേ മഴ കിട്ടാൻ. അപ്പോൾ അവൻ അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അവിടെ കല്ലൊക്കെ ഇറക്കിയോണ്ട് തന്നെ മുറ്റത്ത് കുറച്ചധികം വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയതാ കുട്ടികളൊക്കെ എണീറ്റിട്ട് ഓരോരുതായിട്ടുള്ള കളികളാണ്. അപ്പോൾ പിന്നെ അപ്പൂസും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഓടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവന് നോക്കി നിൽക്കന്നെ വേണം. പിന്നെ ഓരോ ഓടുന്നതിൻ്റെ ഇടയിൽ വീണാലൊക്കെ എനിക്ക് പേടിയാണ്. പിന്നെ രാത്രി ആയപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ ഒക്കെ വിളിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ വിളിച്ചെങ്ങാണ്ടാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ മോളും മോനോനി ഓരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒരു നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനും പിന്നെ കുട്ടികളൊക്കെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രി അങ്ങനെ ഒരു കളിയൊക്കെ കഴിഞ്ഞ് കിടന്നിറങ്ങി. ഇത് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഇന്ന് സുരേട്ടനെ പണിക്കുണ്ട് കേട്ടോ. നമ്മളെ മതിലിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികളും പിന്നെ സുരേട്ടനും ഒക്കെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സാധാ ചോറ് സുരേട്ടനും ഉണ്ടായതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് അങ്ങനെ ഉമ്മ വന്നപ്പോഴേക്ക് ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുംചോറും അതേപോലെ മുരിങ്ങാക്കറിയും പിന്നെ ചിക്കൻ ഇങ്ങനെ ആ ഒരു ഗ്രേവി ആക്കിങ്ങാണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊന്നും കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് തിരക്കായതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഈവനിങ്ങിലാണ് എല്ലാവരും പിന്നെ അവരെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വന്നത്. സനും അതിനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ സമൂസയും പൊക്കവടയൊക്കെ കൊടുന്നു. പിന്നെ കുറച്ച് ചായ ഉണ്ടാക്കി പിന്നെ ജ്യൂസൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് തന്നെ പോകണം പറഞ്ഞു. അതായത് രണ്ടാമത്തെ ദിവസമാണ് അവർ പോണത്. അവർക്ക് പോകുന്ന സമയത്ത് ജാം ജുമ്മലൊക്കെ ഒന്ന് കയറണം പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് പോകാൻ നല്ല ധൃതിയായിട്ടോ. അവർക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ വയ്യ. അങ്ങനെ അവിടെയൊക്കെ പോകണ ആ ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് സുരേട്ടനെ കൊണ്ട് നമ്മളൊരു ചെങ്കതലിൻ്റെ കന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പിരിച്ചതായിരുന്നു. അപ്പോൾ അതൊരു കവർക്കൊക്കെ ഇട്ടിട്ട് വണ്ടിക്ക് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ഞാൻ വലുതാണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ചെറുതോട്ടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ നിൽക്കിയിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ചെറുതാണ്. അപ്പോൾ അത് വണ്ടിക്ക് വെച്ച് കൊടുത്ത്. ആ സമയത്താണ് അതിനൂന് അബിയു കായൊക്കെ പിടിച്ചതൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഉമ്മ എല്ലാവരും റെഡി ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പൂസിന് വണ്ടിയിൽ പോകാൻ നല്ല തിരക്കാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓരോന്ന് പറഞ്ഞങ്ങാണ്ട് വലിയ വിഷയം മാറ്റും കേട്ടോ. അങ്ങനെ കുറേ സമയം ഒരു ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ ഒരു പോയത്. പിന്നെ സുരേട്ടൻ
ചേട്ടനും അതിൻ്റെ മുന്നേ തന്നെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പടുവും തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ പടുത്തത്. പിന്നെ നമ്മളെ മുറ്റത്തിൻ്റെ അവിടെ കുറച്ച് പരിപാടികൾ നമ്മൾ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പടുത്തതാണ്. കല്ലുകൾ കുറച്ചൊക്കെ ബാക്കിയുണ്ട്, പിന്നെ കുറച്ച് പടുവും ബാക്കിയുണ്ട് കേട്ടോ, എടുക്കാൻ കുറച്ച് ബാക്കിയുണ്ട്. അതൊരു പിന്നെ അടുത്ത ദിവസം വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഞങ്ങൾ പുറത്ത് പോയി. ഞാനും ഇക്കയും സിനിയും ഇർഷാദും അപ്പൂസും സൂഹിയും ഒക്കെ അങ്ങനെ പുറത്ത് പോയിട്ടോ. പോകുന്ന സമയത്ത് ഇർഷാദ് കട്ട്ലേറ്റും സമൂസയൊക്കെ കഴിച്ചു, ഞാനും സിനിയും ഷവർമ്മ കഴിച്ചു, ബർഗറാണ് കഴിച്ചത് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജ്യൂസൊക്കെ വാങ്ങി. അങ്ങനെ അവിടുത്തെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കാലിക്കറ്റാണ് പോയത്. പിന്നെ ഇവിടെ പോകുന്ന വഴിയിലുള്ളൊരു ടീ ഹബ്ബ് പറഞ്ഞൊരു ഷോപ്പ് കേട്ടോ. കുഴപ്പമൊന്നുമില്ലാത്ത ഫുഡാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കോഴിക്കോട് എത്തിയപ്പോൾ ഞാൻ കസിന് പൊന്നൂനെ വിളിച്ചിട്ടോ. അവൾക്കിന്ന് അവിടെ വർക്കുള്ള ദിവസമായിരുന്നു, ക്ലാസ് എടുക്കാനുള്ള ദിവസമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ട് പറഞ്ഞ് ചെന്നപ്പോൾ തന്നെ ഓളെയും കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഫുള്ള് കറങ്ങിയിട്ടോ. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ കാലിക്കറ്റ് പോയത്. അതായത് കുറേ ഫുഡ്, പിന്നെ ലേറ്റായിട്ട് വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ചിട്ടായിരുന്നു. കുറേ ആയി ഇങ്ങനെ കാലിക്കറ്റിൽ ലേറ്റ് ആയാലും കുറേ ആളുകളും അവിടെ ഫുള്ള് വൈബാണെന്നുള്ള വീഡിയോസൊക്കെ കാണും. അപ്പം അത് വിചാരിച്ച് പോയതായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ അൺഫോർച്ചുനേറ്റ്ലി അപ്പൂസ് ഒന്ന് വീണ്. ഞങ്ങൾ നല്ലോണം ഒന്ന് ടെൻഷനായെങ്കിലും അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ കൂടുതൽ സമയമൊന്നും അവിടെ നിന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ടാകുമോ എന്ന് കരുതിങ്ങാണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടോ. കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷേ നല്ലോണം ടെൻഷനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. തൽക്കാലം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ പോരുന്ന വീഡിയോ ഒന്നും അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.